ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രഹരീസ് കെയർ. So we were talking about the Radcliffe lines, India-Pakistan borders. So last time we discussed about the Gujarat, Rajasthan, Punjab, J&K borders. So coming to the Bengal side, Bengal side, East Pakistan was created there. So it was a boundary of 4096 kilometers, that is 2545 miles. So many places, despite having Muslim majority, was taken by India. For example, Murshidabad district was retained with India simply for the reasons that Kolkata to ഗംഗ നദിയിലേക്കുള്ള റൂട്ട് വരുന്നത് അവിടെയാണ്. അപ്പോൾ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ഓഫ് ആകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായി. അപ്പോൾ വി ടുക്ക് ദാറ്റ് ആൻഡ് അഗൻസ്റ്റ് ഇറ്റ് Khulna district, and Khulna district the majority was Hindus. Then the Chittagong Hills, 97% of the population was non-Muslims, that is Hindus and Buddhists. A lot of Buddhists were residing there. So these two regions given to Bangladesh due to the geographical conditions, because there was no direct access to India. But beyond this area, we were having our northeastern states, seven sisters എന്നറിയപ്പെടുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം, മണിപ്പൂർ, Nagaland, and the disputed Arunachal Pradesh. സെവൻ സിസ്റ്റേഴ്സ് ആയിട്ടുള്ള നോർത്ത് ഈസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് പോകാൻ there were no other option except this tiny Siliguri corridor. Presently it is commonly known as chicken neck also, due to the shape of a chicken necks. We can see that how difficult it is for drawing a boundary lines in between two countries. Okay, there were problems for Cyril Radcliffe also. Number one, humanitarian crisis. The rushed demarcation. 5 ആഴ്ചയിൽ വിത്തിൻ 5 വീക്സിൽ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ദി റഷ് ഡിമാർക്കേഷൻ കംപ്ലീറ്റഡ് ഇൻ ജസ്റ്റ് 5 weeks കോൺട്രിബ്യൂട്ടഡ് ടു വൺ ഓഫ് ദി ലാർജസ്റ്റ് മാസ് മൈഗ്രേഷൻ ഇൻ ഹിസ്റ്ററി ആൻഡ് വൈഡ് സ്പ്രെഡ് കമ്മ്യൂണൽ വയലൻസിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ പഴയ സിനിമകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയും, പഴയ മാധ്യമങ്ങൾ, പഴയ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു നോക്കിയാൽ അറിയാം. People were cut, Sirjuda, मार दिया, मारा पीटा, कत्ल कर दिया, लेडीज़ का रेप कर दिया, raped the women, killed children, men. എന്തൊക്കെയാണ് അന്ന് നടന്നത് എന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഒരുപാട് പാർട്ടീഷൻ തിയറീസ് ഉണ്ടായിരുന്നു. സപ്പോസ് 5 ഏക്കർ സ്ഥലമുള്ള ഒരാൾ പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ അവർക്ക് 5 ഏക്കർ കൊടുക്കണം. അതുപോലെ ഇന്ത്യയിലോട്ട് വരുന്നവർക്ക് റെഫ്യൂജീസിന് നമ്മളിവിടെ സ്ഥലം കൊടുക്കണം. പിന്നെ അതേ ഈക്വലൻ്റ് ആയിട്ടുള്ള അവിടെ ഒരു UDC ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു UDC കൊടുക്കണം, ഈക്വലൻ്റ് പോസ്റ്റ് ഇവിടെ കൊടുക്കണം. ദർ വർ ലോട്ട് ഓഫ് ദീസ് തിങ്സ്. ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു. അവിടെയൊക്കെ പിടിപാടുള്ളവരൊക്കെ നടന്നു കാണും. പിന്നെ ഒരുപാട് ആൾ എവിടെയൊക്കെ മരിച്ചു വീണു, ചോരപ്പുഴകൾ ഒഴുകി. ഒന്നിനും ഒരു കണക്കും കൈയൊന്നുമില്ല. ഡിസാസ്റ്റർ എവരിവെയർ ഡിസാസ്റ്റർ. അതായിരുന്നു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ്.
ജിയോഗ്രഫി എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലറായിരുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥലമല്ലേന്ന്, നമ്മുടെ സ്ഥലമാണെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങ് ഉണ്ടാക്കുമല്ലേ. നമ്മളെ അര ഏക്കർ സ്ഥലം അല്ലെങ്കിൽ 10 സെൻറ്റ് സ്ഥലം, 5 സെൻറ്റ് സ്ഥലം, 2 സെൻറ്റ് സ്ഥലം പാകിസ്ഥാനിലേക്ക് പോകുന്ന ആരും വിചാരിക്കുന്നില്ലല്ലോ. ദി ലൈൻ ഓഫൺ ഡിവൈഡഡ് ഇൻഡിവിജ്വൽ വില്ലേജസ്, ഹൗസസ് ആൻഡ് ഈവൻ റൂംസ് ബിറ്റ്വീൻ ദി ടു കൺട്രീസ്. ചിലരുടെ വീടുകളുടെ നടുകയാണ് പോയിരിക്കുന്നത്. ഒരു റൂം പാകിസ്ഥാനിലും ഒരു റൂം ബംഗ്ലാദേശിലും, അല്ല ഒരു റൂം പാകിസ്ഥാനിലും ഒരു റൂം ഇന്ത്യയിലും എന്നുള്ള രീതിയിൽ, the hell of a thing. Refinement. The border has been periodically The border has seen periodical adjustments. Most notably, the 2015 boundary agreement. 2015 boundary agreement നടന്നത് നമ്മുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പിലാണ്. അദ്ദേഹം 2015 ബംഗാൾ ബോർഡറിലുള്ള ഒരുപാട് വില്ലേജസിൻ്റെ ഒരുപാട് പ്രോബ്ലംസ് അദ്ദേഹം അതിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഫാമിംഗ് വില്ലേജസ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറച്ച് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ആരുടെയാണോ ഇഷ്ടപ്പെട്ടത് അവർക്കൊക്കെ നമ്മൾ കോമ്പൻസേഷൻ കൊടുത്തിട്ടൊക്കെ സെറ്റിൽ ചെയ്തതാണ്. അതിൻ്റെ കുറേയൊക്കെ കഥകൾ എനിക്കറിയാം. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ട്, ആ ഏരിയയിലൊക്കെ നമ്മൾ സർവ് ചെയ്യുന്നുണ്ട്. 2015 I was in Murshidabad. Yes, I was in Murshidabad. 17 വരെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ. സോ ആ ക്രൈസിസൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യാൻ കഴിഞ്ഞു അവിടെ. അത് ബംഗാളിൽ തിങ്ങിപ്പാർക്കുന്ന തിക്കിലി പോപ്പുലേറ്റഡ് ഏരിയാസ് അല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. റാദർ പഞ്ചാബ് ബോർഡറിൽ പഞ്ചാബിൻ്റെ മാത്രമുള്ള കൂടുതൽ പ്രശ്നം ഉണ്ടായത്. രാജസ്ഥാനും ഗുജറാത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഫാർ ഫ്ലങ് ഏരിയാസ്, വാസ്റ്റ് വേസ്റ്റ് ലാൻഡൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ജെ.എൻ.കെയിലും ഹില്ല് മൗണ്ടൈൻസൊക്കെ ആവുകൊണ്ട് അതുകൊണ്ട് ഈ മാർക്കേഷൻ അത്ര പ്രശ്നം വന്നില്ല. സോ ദി ഡിവിഷൻ ബൈ റാഡ്ക്ലിഫ് റിസൾട്ടഡ് ഇൻ 3 distinct entities: വെസ്റ്റ് പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ. 3 എൻറ്റൈറ്റീസായിട്ടാണ് ഇത് പരിണമിച്ചത്. ഓക്കെ. ആൻഡ് ദി ഈസ്റ്റ് പാകിസ്ഥാൻ later on after 1971 war became an independent nation further, that is Bangladesh. So these are the main thing. Khulna Chittagong hills non-Muslim ആയിട്ട് പോലും ഈസ്റ്റ് പാകിസ്ഥാനിൽ പോയി. മുർഷിദാബാദ് 70% മുസ്ലിം ആയിട്ടും ഇന്ത്യ റിറ്റൈൻഡ്. സിന്ധ് ആൻഡ് ബലൂചിസ്ഥാൻ 70% മുസ്ലിംസ് ഉണ്ടായിരുന്നു സിന്ധിൽ. ബലോചിസ്ഥാനിൽ 90% മുസ്ലിമുണ്ട്. അത് വെസ്റ്റ് പാകിസ്ഥാനിലേക്ക് പോയി. ഒബ്വിയസ്ലി പഞ്ചാബിൽ 55.7% മുസ്ലിംസ് ഉണ്ടായിരുന്നു. ബംഗാളിൽ 54.4% മുസ്ലിംസ് ഉണ്ടായിരുന്നു. ജിന്ന വാണ്ടഡ് these areas, but Congress party did not agree to it, considering sentiments of Hindus and Sikh population. അവിടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സിഖ് പോപ്പുലേഷൻ്റെ ഒരു ഇത് ഭയങ്കര സംഭവമായിരുന്നു. ദി ബോർഡർ കമ്മീഷൻ നോട്ട് ഓൺലി ഹാഡ് ടു കൺസിഡർ ദി പോപ്പുലേഷൻ മാത്രമല്ല അവർ കൺസിഡർ ചെയ്തത്. ഒരുപാട് കാര്യങ്ങളില്ലേ, ഒരു കൺട്രി അല്ലേ, നമ്മളൊരു കൺട്രി അവർക്ക് ജീവിക്കാൻ വേണ്ടി നമ്മളൊരു കൺട്രി കൊടുക്കുകയാണ്, പകുതി അവർക്ക് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഈ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മളങ്ങനെ പറയുന്നു. ബട്ട് ഇന്ത്യ വാസ് ദെയർ, പാകിസ്ഥാൻ വാസ് ബീങ് ക്രിയേറ്റഡ് ദാറ്റ് ടൈം, നോ. So not only population but also had to take into account the roadways, railway lines, എല്ലാം ഉണ്ടല്ലോ, എല്ലാം കൊടുക്കണ്ടേ, അവർക്കും വേണ്ടേ. പവർ സിസ്റ്റംസ്, ഇറിഗേഷൻ സ്കീംസ് rather, ആൻഡ് ഇൻഡിവിജ്വൽ ലാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ ഫാം 5 ഏക്കർ കൃഷിയുടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് 5 ഏക്കർ അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരു ആവറേജ് രീതിയിലേക്ക് നടന്നു കാണും. ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് ലാഭങ്ങളൊക്കെ നടന്നു കാണും. അതിപ്പോൾ നമ്മൾ ഹൈവേ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കോമ്പൻസേഷൻ കിട്ടത്തില്ലേ. ചിലർക്ക് നല്ല പൈസ കിട്ടും, ചിലർക്ക് കണ്ണായ സ്ഥലമായിരിക്കും പോകുന്നത്. ഇറ്റ് ഹാപ്പൻസ്.
So they aimed to avoid or minimize the separation of farmers from their fields, and also reduce the number of people who would have to migrate to the right side. തെറ്റായ സ്ഥലത്ത് പോകാതിരിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ഒരുത്തൻ ഇന്ത്യയിൽ തന്നെ താമസിക്കണമെന്ന് ആഗ്രഹമുള്ളവർ പാകിസ്ഥാനിൽ പെടാതിരിക്കാനൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കമ്മീഷൻ. അത് കുറേ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. എൻ്റെ കൂടെ ഡൽഹിയിൽ ജോലി ചെയ്തിരുന്നൊരു ഒരാളുണ്ടായിരുന്നു. ഹിസ് പാരൻസ് were migrated from a place called near Lahore. അങ്ങനെയൊക്കെ വന്നവരൊക്കെ ഉണ്ട്. ഇവിടെ വേറൊരു വിഷയം വന്നത്, ഏറ്റവും കൂടുതൽ നമുക്കൊരു എന്താ പറയുന്നത് വിഷമം സൃഷ്ടിക്കുന്ന ഒരു സംഭവം വന്നത് എന്ന് പറഞ്ഞാൽ കർത്താർപൂർ കോറിഡോറുള്ള ഗുരുദ്വാര. അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ പോലെ തന്നെ ഈക്വലി ഈ സിഖ് കമ്മ്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണത്. ബട്ട് അത് പാകിസ്ഥാനിലായിപ്പോയി. അതിനെപ്പറ്റിയൊരു ഡോക്യുമെൻ്റ് ഞാൻ കണ്ടായിരുന്നു. ഈ വര വരച്ചവരെ കയ്യിൽ കിട്ടിയാലെന്നൊക്കെ പറയുന്നുണ്ട് അവർ. കാരണം അത് വര ഇങ്ങനെ കളിച്ചിട്ട് അവൻ വിചാരിച്ച് ഒരു ഗുരുദ്വാര അപ്പുറത്ത് പോട്ടെ, ഒരു ഗുരുദ്വാര ഇപ്പുറത്ത്. അമൃത്സർ ഇവിടെ, ഗോൾഡൻ ടെമ്പിൾ ഇന്ത്യയിൽ അമൃത്സർ, ആൻഡ് കർത്താർപൂർ നിയർ ബൈ പ്ലേസ്. ആക്ച്വലി അത് പാകിസ്ഥാനിൽ പെട്ടുപോയി. ഗുരു നാനക്, ഇവരുടെ ഫസ്റ്റ് ഗുരുവായ ഗുരുനാനക്ക് ലാസ്റ്റ് സമയം ചിലവഴിച്ച സ്ഥലമാണെന്നുള്ള പ്രത്യേകതയുണ്ട്. അയാളുടെ മജാറൊക്കെ ഉണ്ട് അവിടെ. അയാളവിടെ ബറി ചെയ്ത ഏരിയയൊക്കെ ക്ലിയറായിട്ട് കാണാം. കർത്താർപൂർ സാഹിബ് എന്ന് പറഞ്ഞാൽ സിഖുകാരുടെ ഒരു പിൽഗ്രിം സ്ഥലമാണ്. അവർ പോകുന്നുണ്ട് അവിടെ. അതിനുവേണ്ടി ഒരു കർത്താർപൂർ കോറിഡോർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അത് ബന്ധാക്കി. അതർവൈസ് നമ്മൾ പ്രോപ്പർ ഐഡൻറ്റിറ്റിയുമായിട്ട് പോകുന്ന ഒരു വിസ ഇല്ലാതെ കർത്താർപൂർ പോയി തിരിച്ചു വരാം. അതിനിടയ്ക്കിടയ്ക്ക് അവർ ഓരോ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അങ്ങനെ അവസരം കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ ഒരു ഹിസ്റ്ററി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയെല്ലാം പ്രശ്നങ്ങളുള്ള സ്ഥലത്താണ് ഈ BSFകാരൻ ഡ്യൂട്ടി ചെയ്യുന്നത് എന്ന് എല്ലാവരും ഓർക്കണം, മൈ ഡിയർ ഫ്രണ്ട്സ്. സോ അതിൻ്റെയൊക്കെ പഴയ പട്ടാളക്കാരുണ്ടാവും. ഞാനൊക്കെ യങ്ങായിട്ട് ഇതിൽ സർവീസ് ചെയ്തിരുന്ന സമയത്ത് പഴയ PAPക്കാരൊക്കെ ഇതിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. നല്ല രസമാണ്. ഈവനിങ്ങിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ അവരിങ്ങനെ പറയും, ഇന്ന സ്ഥലത്ത് ഇന്ന നടന്നു, ഇന്ന സ്ഥലത്ത് ഇന്ന നടന്നു. ഒരുപാട് ബിലീഫ്സ് ഉണ്ട് നമുക്ക്. പട്ടാളത്തിലാകുമ്പോൾ ഒരുപാട് വിശ്വാസങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പലതും ശരിയായിരിക്കാം, പലതും തെറ്റായിരിക്കാം. പക്ഷേ ആ വിശ്വാസങ്ങളിൽ നിന്നൊക്കെ ഒരു ഊർജം നേടിയെടുത്തുകൊണ്ടാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത്. പലപ്പോഴും ഒറ്റയ്ക്ക് സന്ധ്യയായിട്ട് കാവൽ നിൽക്കുന്ന ഒരു ജവാൻ, അവൻ്റെ മനസ്സിലെന്തായിരിക്കും, അവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ഹീസ് വെരി വെരി ഫാർ. ഇന്ന് സ്ഥിതി മാറി. ഇന്ന് മൊബൈൽ ഫോണൊക്കെ വയ്ക്കാൻ പറ്റുന്നുണ്ട്, ഫോൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ലീവ്, ഇപ്പോൾ ഞങ്ങളൊരു കമാൻഡൻറ്റ്, എൻ്റെ ബറ്റാലിയൻ്റെ കമാൻഡൻറ്റ് 3 പ്രാവശ്യം ഒരാൾ ലീവിന് പോകണമെന്ന് നിർബന്ധമായിരുന്നു. പണ്ട് എൻ്റെയൊക്കെ തുടക്ക സമയത്തിലൊക്കെ ഒന്നും ലീവ് കിട്ടത്തില്ല. നമുക്കൊക്കെ ലാസ്റ്റ് വരെ അങ്ങനെയായിരുന്നു. കമാൻഡൻ്റ് ആണെങ്കിലും DIG ആണെങ്കിലും IG ആണെങ്കിലും പറയും, യാർ ബാദ്മേ ചലെ ജാനാ യാർ, നിൽക്കാൻ പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇന്ന് സ്ഥിതികൾ മാറി, ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്, ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ അപ്പോൾ എങ്ങനെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ സ്റ്റോറീസുമായിട്ടും മാക് മോഹൻ ലൈൻ, അതിനെപ്പറ്റി തീർച്ചയായിട്ടും പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. Okay, goodbye. Please like, subscribe and share my video if you really like it. Thank you very much. Jai Hind, Jai Bharat.